നമസ്കാരം. മലയോര എക്സ്പ്രസ് ന്യൂസിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷം എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കുടക് മലനിരകളുടെ താഴ്വരയും ചരിത്രമുറങ്ങുന്ന പായം പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ LDFും 25 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചുപിടിക്കാൻ UDFും BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു പഞ്ചായത്തിൽ ഇക്കുറി ആര് വീഴും ആര് വാഴും എന്നത് പ്രവചനാതീതമാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് UDFിൻ്റെ പായം മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മട്ടണി വിജയനാണ്. നമസ്കാരം ശ്രീ മട്ടണി വിജയൻ. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ പായം പഞ്ചായത്തിൽ ഏത് രീതിയിൽ പോകുന്നു? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ പ്രാവശ്യം ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ? ഈ പ്രാവശ്യം ഞങ്ങൾ 100% ശുഭപ്രതീക്ഷയിലാണുള്ളത്. ഭൂരിപക്ഷം സീറ്റുകളും 19 സീറ്റാണ് മൊത്തം ഉള്ളത്. അതിൽ ഭൂരിപക്ഷം സീറ്റുകളും UDF ഈ പ്രാവശ്യം പിടിക്കും. ആ വിധത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. UDF ഭരണത്തിലേറിയാൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ പദ്ധതികളാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? UDF ഭരണത്തിൽ കയറിയാൽ ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം തന്നെ ഊന്നൽ കൊടുക്കുന്നത് ഇതൊരു മലയോര പ്രദേശമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ആളുകളാണ് ഈ പായം പഞ്ചായത്തിൻ്റെ പരിധിക്ക് ഭൂരിപക്ഷം ആളുകൾ. പിന്നെയുള്ളത് സാധാരണക്കാരാണ്. വലിയ പൈസക്കാരായ ആളുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പാവങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളുണ്ട്. കയറിക്കിടക്കാൻ വീടുകളില്ലാത്തവർ, വീടുണ്ടെങ്കിൽ തന്നെ അത് അറ്റകുറ്റപ്പണികൾ തീർത്ത് സ്വന്തമായ നിലയിൽ അത് അറ്റകുറ്റപ്പണികൾ തീർത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ആളുകൾ ഈ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. അവരെ ഞങ്ങൾ സഹായിക്കുക, അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ആദ്യം തന്നെ ഞങ്ങൾ ചെയ്യുക. പ്രതിപക്ഷം എന്ന നിലയിൽ പായം പഞ്ചായത്തിൽ ഒരു വികസന മുരടിപ്പുണ്ട്. നിരവധി പദ്ധതികൾ പ്രാരംഭഘട്ടത്തിൽ കുറുകയും അതെല്ലാം പാതി വഴിയിൽ എത്തി നിൽക്കുന്ന പ്രതിപക്ഷം നിരന്തരം ഒരു ആരോപണമുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പായം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് പഞ്ചായത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഭരണകക്ഷി പലപ്പോഴും പറയാറുള്ളത് ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കേവലം അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇരിട്ടിയിലെ കല്ലുമുട്ടിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സും അതോടനുബന്ധിച്ചുള്ള സിനിമാ തിയേറ്ററിൻ്റെയും കാര്യമാണ് അവരെടുത്തു പറയുന്നത്. പക്ഷേ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നില എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ നില എന്ന് പറയുന്നത്, അതിൻ്റെ പണികൾ ഏതാണ്ട് കുറച്ച് ഭാഗം, ഒരു 1/4 ഭാഗം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും വലിയ പണികൾ പൂർത്തീകരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ആ 1/4 ഭാഗം പണികൾ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ തന്നെ ഏതാണ്ട് 8 കോടി രൂപ വിവിധ സാമ്പത്തിക ഏജൻസിയിൽ നിന്നും വായ്പ എടുത്തിട്ടാണ് ഇത് ചെയ്തത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിവിധ സാമ്പത്തിക സഹായം വിവിധ ഏജൻസികളിൽ നിന്ന് വാങ്ങി ഇത് ചെയ്യുമ്പം അതെല്ലാം പലിശക്കെടുത്ത പണമാണ്. എന്ന് പറഞ്ഞാൽ കേവലം ഈ പറയുന്ന 8 കോടി രൂപയ്ക്ക് വരുമ്പോഴത്തേക്ക് അതിന് ഏതാണ്ട് മൊത്തത്തിൽ വരുമ്പം 8 കോടി രൂപയ്ക്ക് 1 കോടിയുടെ അടുത്ത് പലിശ ഒരു വർഷത്തിൽ അടയ്ക്കേണ്ട സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ തനതായ ഫണ്ട് ഒന്നും തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പഞ്ചായത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യവും യാഥാർത്ഥ്യവും. ഈ പഞ്ചായത്തിനെതിരെ ഒരു കുറ്റപത്രം UDF സമർപ്പിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഈ കുറ്റപത്രത്തിൽ നിരത്തുന്ന പ്രധാന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? അതിപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് ഒന്നാമത്തെ ആരോപണം. എന്ന് വെച്ചാൽ ഇത് കൃത്യമായി അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇത് പഞ്ചായത്തിൻ്റെ തനതായ ഫണ്ട് എടുത്ത് ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക വഴി പഞ്ചായത്തിൽ യാതൊരുവിധ വികസന കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവർ പറയുന്ന, അല്ലെങ്കിൽ ഭരണകക്ഷി പറയുന്നത്, പഞ്ചായത്ത് സമിതി പറയുന്നത്, ഞങ്ങൾ മാടത്തി ഒരു വലിയ സ്റ്റേഡിയം നിർമ്മിക്കുന്നു, അതിനുവേണ്ടി 5 ഏക്കർ സ്ഥലം ഞങ്ങൾ സമ്പാദിച്ചിരിക്കുന്നു, ആ 5 ഏക്കർ സ്ഥലത്ത് സ്റ്റേഡിയം നിർമ്മിക്കും എന്നാണ് അവർ പറയുന്നത്. ആ സ്റ്റേഡിയം എന്ന് പറയുന്നതിനെ പറ്റി തന്നെ വളരെയധികം ദുരൂഹതയുണ്ട്. കാരണം പഴശ്ശി ഇറിഗേഷൻ്റെ സ്ഥലമാണ് സ്റ്റേഡിയത്തിന് വേണ്ടി വിട്ടു കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു.
അപ്പോൾ ഇറിഗേഷൻ്റെ സ്ഥലം പൂർണ്ണമായിട്ടും ഇറിഗേഷൻ പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ്. ആ സ്ഥലത്ത് ഇപ്പം സ്റ്റേഡിയം നിർമ്മാണം എന്ന് പറയുന്നത് കുറച്ച് മണ്ണ് ഏതൊക്കെയോ സ്ഥലത്തുനിന്ന് കുറേ മണ്ണ് അവിടെ കൊണ്ട് നിരത്തിയത് ഒഴിച്ചാൽ അവിടെ സ്റ്റേഡിയത്തിൻ്റെതായ യാതൊരു പണികളും നടന്നിട്ടില്ല. കുട്ടികൾക്കിപ്പോൾ ഓടിക്കളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് മാതിരി കുറച്ച് ഭാഗങ്ങൾ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ സ്റ്റേഡിയത്തിൻ്റെ യാതൊരുവിധ പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല എന്നതാണ് മറ്റൊരു ആക്ഷേപം ഞങ്ങൾക്ക് ഉന്നയിക്കണം. പിന്നെ മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത് പഞ്ചായത്തിൽ ഒരു ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ചിരുന്നു. അത് ഉദ്ഘാടനമൊക്കെ വലിയ കെങ്കേമമായിട്ട് നടത്തി. പക്ഷേ ആ ഡിജിറ്റൽ ലൈബ്രറിയുടെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും കുറ്റകരമായ ഒരു അനാസ്ഥയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിൻ്റെ കീഴിൽ എല്ലാ പഞ്ചായത്തുകളിലും തന്നെ പൊതു ശ്മശാനങ്ങളുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ വെറും പാവപ്പെട്ട ആളുകളാണ് ഈ പൊതു ശ്മശാനത്തിലേക്ക് ശവം സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അവിടെ ഏതാണ്ട് 8 മാസക്കാലമായിട്ട് ഈ പൊതു ശ്മശാനം തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അതിന് എന്തൊക്കെയോ കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. 8 മാസമായിട്ടും അത് പൂർത്തീകരിച്ച് അല്ലെ ആ കേടുപാടുകൾ തീർത്ത് ശവം സംസ്കരിക്കാനുള്ള യാതൊരുവിധ കാര്യങ്ങളും പഞ്ചായത്ത് ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു കുറ്റം ആയിട്ട് ഞങ്ങൾ ആരോപിക്കപ്പെടുക. അതോടൊപ്പം തന്നെ മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വള്ളിത്തോട് എന്ന് പറയുന്ന പായം പഞ്ചായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് വള്ളിത്തോട്. ആ വള്ളിത്തോട്ടിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വിത്ത് ബസ് സ്റ്റാൻഡ് വിത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നുള്ള ഒരു പദ്ധതി ഇവർ ആവിഷ്കരിച്ചിരുന്നു. അതും ഉദ്ഘാടന ചടങ്ങ് നടത്തി. പക്ഷേ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സും തീർന്നിട്ടില്ല, ബസ് സ്റ്റാൻഡിൻ്റെ യാതൊരു പണികളും തീർന്നിട്ടില്ല എന്നുള്ളത് കുറ്റപത്രത്തിലൂടെ ഞങ്ങൾ ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുടുംബശ്രീ കഫേ ഫണ്ട് മേടിച്ചുകൊണ്ട് നടത്തുന്ന കുടുംബശ്രീ കഫേ ഏതാണ്ട് 16 ലക്ഷം രൂപ ഇവർക്ക് കിട്ടി. ആ 16 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് കുടുംബശ്രീ കഫേ ആരംഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പകുതി പൈസ അവർക്ക് സബ്സിഡി ആയിട്ട് കിട്ടുന്നതാണ്. ആ സബ്സിഡി തുക വാങ്ങിയെടുത്തു. കുടുംബശ്രീ കഫേയുടെ യാതൊരു പ്രവർത്തനങ്ങളും മുന്നോട്ട് നീങ്ങുന്നില്ല. ഏതാണ്ട് 3-4 മാസങ്ങൾ മാത്രം ആ കഫേ തുറന്ന് പ്രവർത്തിച്ചു. ഇപ്പോൾ അതിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളുമില്ല. അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതും പുനഃസ്ഥാപിക്കാൻ വേണ്ടി പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെ ഒരു അവസ്ഥ പായം പഞ്ചായത്തിൻ്റെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരാജയകരമായ ഒരവസ്ഥയിലാണ് ഗ്രാമീണ റോഡുകൾ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമീണ റോഡുകളൊന്ന് വൃത്തിയാക്കിയോ ഓട തെളിച്ചിടുകയോ അല്ലെങ്കിൽ ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയുമായി കിടക്കുന്ന മിറ്റിലൊക്കെ തെറിച്ച് നടന്നു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഗ്രാമീണ പല റോഡുകളുടെയും അവസ്ഥ. ആ റോഡുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി അല്ലെങ്കിൽ അത് ഈ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഭാഗമെങ്കിലും ഒന്ന് പേച്ച് വർക്ക് ചെയ്ത് ഗതാഗത യോഗ്യമാക്കാനും ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകുമ്പോൾ വീട്ടിലൊക്കെ തെറിച്ചു വന്ന് ആളുകളുടെ ദേഹത്തേക്ക് വീഴും, അതേപോലത്തുള്ള അവസ്ഥയാണ്. അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പുനഃസ്ഥാപിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ യാതൊരു പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ള ഭരണപക്ഷത്തിനൊരു ആരോപണമുണ്ട്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? MLA വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പല റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുകയും റീടാറിങ് നടത്തുകയും കോൺക്രീറ്റ് നടത്തുകയും ചെയ്തു. ചില റോഡുകളൊക്കെ ഇല്ലാതെ കിടന്ന സ്ഥലത്ത് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റും അതുപോലെ തന്നെ റീടാറിങ്ങും അതുപോലെ ടാറിങ്ങും ഒക്കെ നടത്തിയിട്ടുള്ളത് MLA വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പായം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 വർഷത്തിന് ശേഷം ഈ പഞ്ചായത്ത് UDFന്റെ കയ്യിലേക്ക് തിരിച്ചു വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഇവിടെ ആരും വിചാരിക്കുന്ന മാതിരിയല്ല. ഈ പ്രാവശ്യം അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു വിജയം പായം പഞ്ചായത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതേ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം UDFിൽ 19 സീറ്റാണ് പായം പഞ്ചായത്തിലുള്ളത്. ആ 19 സീറ്റിലും ഐക്യകണ്ഠേന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. ആ 19 സീറ്റിലുമുള്ള സ്ഥാനാർത്ഥികൾ ആ പ്രഖ്യാപനം നടന്ന അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ ഫീൽഡിൽ അവരവരുടെ വാർഡിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള പ്രവർത്തനം അവരിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വളരെ പോസിറ്റീവ് എനർജി അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ജനങ്ങളിലുള്ള വിശ്വാസം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് പിടിക്കാൻ കഴിയും എന്ന് ജനങ്ങളാണ് ഞങ്ങൾക്ക് വിശ്വാസം കൊണ്ട് ഈ പ്രാവശ്യം അത്ഭുതം സൃഷ്ടിക്കും. UDF ചെയർമാൻ എന്ന നിലയിൽ പായം പഞ്ചായത്തിന്റെ ഓരോ മുക്കിലും മൂലയും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ താങ്കൾ.
അപ്പോൾ അതിൽ നിന്ന് ഈ വോട്ടർമാരുടെ പ്രതികരണത്തിൽ നിന്ന് താങ്കൾക്ക് എന്താണ് ഇപ്പോൾ നിലവിൽ ബോധ്യപ്പെടുന്നത്? അല്ല, വോട്ടർമാരുടെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ സൂചിപ്പിച്ചില്ലേ, വോട്ടർമാരുടെ പ്രതികരണത്തിൽ നിന്ന് ഈ പഞ്ചായത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണതലത്തിൽ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ കിടക്കുകയാണ്. ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല, അതുപോലെ കർഷക തൊഴിലാളി പെൻഷൻ കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല. 10, 5, 8 പ്രാവശ്യത്തെ ഡ്യൂ ആയി കഴിയുമ്പം ചില പ്രാവശ്യത്തെ ഇങ്ങനെ 1, 2 മാസത്തെ കൊടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നല്ലാതെ കർഷക തൊഴിലാളി പെൻഷൻ, ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ മറ്റേ തൊഴിലാളി പെൻഷൻ, ഇതുപോലെയുള്ള പെൻഷനുകൾ ഒന്നും തന്നെ കൃത്യസമയത്ത് കൊടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപം പൊതുജനങ്ങളിലുണ്ട്. അത് ഞങ്ങൾ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളോട് സൂചിപ്പിക്കാറുണ്ട്. ഈ പഞ്ചായത്തിൽ ഇരിട്ടി ബ്ലോക്കിൽ എത്ര ഡിവിഷനിലാണുള്ളത്? നമ്മുടെ പായം പഞ്ചായത്തിൽ നിന്ന് 2 ഡിവിഷനാണ് ഇരിട്ടി ബ്ലോക്കിലേക്കുള്ളത്. ഒന്ന് വള്ളിത്തോട് ഡിവിഷനും അതോടൊപ്പം മാടത്തി ഡിവിഷനുമാണ്. ഈ ഡിവിഷനിലെ സ്ഥാനാർത്ഥികൾ പ്രതീക്ഷയിലാണോ? ആണ്. വള്ളിത്തോട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി മിനി പ്രസാദാണ്. വളരെ വർഷങ്ങളായിട്ട് ഒരു പൊതുപ്രവർത്തകയാണ്. ഇപ്പം ബ്ലോക്ക് പ്രസിഡന്റായ മഹിളാ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റായിട്ട് തന്നെ 2 വർഷം പിന്നിട്ടു. നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു പ്രവർത്തകയാണ്. അതോടൊപ്പം തന്നെ അവർ ഇപ്പം നിലവിൽ സിറ്റിങ്ങിൽ അവർ പായം പഞ്ചായത്തിലെ വള്ളിത്തോട് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പറാണ്. അവരാണ് വള്ളിത്തോട് ഡിവിഷനിൽ നിന്നും ഇരിട്ടി ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നത്. അവർ തീർച്ചയായിട്ടും ജയിക്കും എന്നുള്ള മാടത്തി ഡിവിഷനിൽ നമ്മളെ കോൺഗ്രസിൻ്റെ പായം മണ്ഡലം പ്രസിഡന്റ് ശ്രീ റെയ്സ് കണിയാറക്കിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് ഒരു KSയിലൂടെ ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തന രംഗത്ത് വരികയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി 5 വർഷക്കാലം ഇരിക്കുകയും അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയുമായിരുന്നു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് വളരെ നിർബന്ധം, അങ്ങേര് സത്യത്തിൽ മത്സരിക്കുന്നില്ല, ഞാൻ ഈ മൊത്തത്തിൽ പായം മണ്ഡലത്തിലുള്ള അല്ലെങ്കിൽ പായം പഞ്ചായത്തിലെ 2 മണ്ഡലങ്ങളാണ് ഉള്ളത്, അതിൽ പായവും വള്ളിത്തോടും, അല്ല പായം പഞ്ചായത്തിൽ എൻ്റെ പ്രദേശത്തെ ആളുകളെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ പണിയെടുക്കാം എന്ന് പറഞ്ഞു നിന്ന അയാൾ നല്ല ഒരു പ്രവർത്തകനാണ്. വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞങ്ങൾ നിർബന്ധപൂർവ്വം മത്സരിക്കണം എന്നാവശ്യപ്പെടുകയും അദ്ദേഹം സ്വീകരിച്ച് മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ചെല്ലുന്ന എല്ലാ പ്രദേശങ്ങളിലും അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്താഗതികൾക്ക് അതീതമായി എല്ലാവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു പോകുന്ന ഒരാളാണ് ശ്രീ റെയ്സ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ വിലയിരുത്തി അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷ നമുക്കുണ്ട്. വാർഡ് വിഭജനത്തിൽ ജില്ലാ പഞ്ചായത്തിൽ മുന്നേ ഉളിക്കൽ ഡിവിഷൻ ആയിരുന്നല്ലോ, അതിപ്പോൾ വിഭജിച്ച് പടിയൂർ ഡിവിഷനാക്കി. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വിജയപ്രതീക്ഷയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? അവിടെ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്, ഷീബ തെക്കേടത്ത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തന രംഗത്ത് വളരെ പാരമ്പര്യമുള്ള ഒരു ആളാണ് ശ്രീമതി ഷീബ. അവർ നമ്മളെ തലശ്ശേരി അതിരൂപതയുടെ മഹിളാ വിഭാഗത്തിൻ്റെ നേതാവാണ്, അതിൻ്റെ പ്രസിഡൻ്റാണ്. രൂപതയാക്കിയിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തന രംഗത്ത് പോകുന്ന ഒരാളാണ് ഷീബ. ഷീബയുടെ സ്ഥാനാർത്ഥിത്വം തീർച്ചയായിട്ടും അല്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ഒരു സീറ്റാണെന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഷീബയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഇത്രയും ദിവസം ഷീബയുമായി പലപ്പോഴും പല സ്ഥലങ്ങളിലൂടെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ പങ്കെടുത്തപ്പോൾ ഷീബയ്ക്ക് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഷീബയ്ക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി സ്വീകാര്യത ഷീബയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം മാർജിൻ ഉണ്ടെങ്കിൽ പോലും ആ മാർജിനെ മറികടക്കാൻ ഷീബയ്ക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ഷീബയും അവിടെ വലിയൊരു ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ്. നമ്മൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് പായമണ്ഡലം UDF ചെയർമാൻ ശ്രീ മട്ടിണി വിജയനാണ്. അദ്ദേഹം തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ്. കൈവിട്ട ഭരണം വീണ്ടും തിരിച്ച് UDFൻ്റെ കയ്യിലേക്ക് എത്തുന്നുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ UDF പായം പഞ്ചായത്ത് ഭരിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.